BMC ഗ്ലോബൽ ലൈവ് കൊച്ചിയുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്ന സെഗ്മെൻറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ളത് അങ്കമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ആൻഡ്രു മാവേലിയാണ്. അദ്ദേഹം അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ 19ാം വാർഡിൻ്റെ UDF സ്ഥാനാർത്ഥിയും കൂടിയാണ്. ആൻഡ്രു ചേട്ടാ നമസ്കാരം. 19ാം വാർഡിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ആൻഡ്രു മാവേലി മത്സരിക്കുന്നത്. 19ാം വാർഡിലേക്ക് നമ്മുടെ സ്വപ്നങ്ങൾ എന്താണ്? 19ാം വാർഡിലെ ജനങ്ങളോട് പറയാനായിട്ട് എന്താണുള്ളത്? അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം UDFിൻ്റെ ഭരണമായിരുന്നു. ഇന്ത്യൻ കോൺഗ്രസ് നേതൃത്വം നൽകിയ ഭരണം. പ്രത്യേകിച്ച് അങ്കമാലി മുനിസിപ്പാലിറ്റി 19ാം വാർഡ് എന്ന് പറയുന്നത് ഒട്ടനവധി ദളിത് വിഭാഗത്തിൽപ്പെട്ടതും അതുപോലെ തന്നെ ഇടനിലക്കാരും താമസിക്കുന്ന ഒരു ചെറിയൊരു സമൂഹം ആണ് അങ്കമാലി മുനിസിപ്പാലിറ്റി 19ാം വാർഡ്. ഈ വാർഡിൽ സംബന്ധിച്ച് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം അവിടുത്തെ കോൺഗ്രസിൻ്റെ കൗൺസിലർ ജാൻചേരിക്കൽ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടി തന്നെ അവരുന്നമനത്തിന് വേണ്ടി തന്നെ നമ്മളൊരു കേന്ദ്ര സർക്കാർ അനുവദിച്ച ഒരു മെഡിക്കൽ സെൻറ്റർ അവിടെ സ്ഥാപിക്കപ്പെട്ടു. അംഗനവാടിയോട് ചേർന്ന് കെട്ടിടത്തിൽ നമ്മൾ കൊണ്ടുവന്ന് ഒരു 5, 6, 7, 8 വാർഡുകൾ, സമീപ പ്രദേശങ്ങളിലുള്ള വാർഡുകളിലെല്ലാം ആളുകൾക്ക് നേരിട്ടെത്തി മെഡിക്കൽ സംവിധാനം ഒരുക്കാനായിട്ട് അങ്കമാലി മുനിസിപ്പാലിറ്റി മുൻകൈയെടുത്ത് 1 കോടി രൂപ ഏകദേശം ചെലവിൽ വരുന്ന ഒരു പ്രൊജക്റ്റ് അവിടെ വരുന്നു. അത് ഒട്ടനവധി ആളുകൾക്ക് സഹായകമാണ്. കാരണം ഡോക്ടർ നല്ല സേവനം ചെയ്യുന്ന ഡോക്ടർമാർ, നേഴ്സുമാരടക്കം ഒരു ടീം വർക്ക് അവിടെ തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ ആ പ്രദേശത്തെ ആളുകൾക്കെല്ലാം വന്ന് അവിടെ പരിചരണം നൽകാനുള്ള ഒരു സംവിധാനം ഒരുക്കി. പിന്നെ അവിടെ ഇടമലയാറിൻ്റെ ഇറിഗേഷൻ പ്രൊജക്റ്റ്, ഞങ്ങളെ അങ്കമാലി പ്രദേശത്തുകൂടെ പോകുന്ന കനാൽ, ഈ കനാലിൽ നിന്നും വെള്ളം വന്നു കഴിഞ്ഞാൽ കൃഷി ആവശ്യമായി ഉപയോഗിക്കാനായിട്ട് നമുക്ക് പുഷ് ത്രൂ കനാലിൽ നിന്നും നേരിട്ട് വെള്ളം ഇടമലയാർ കനാലിൽ നിന്നും കരുപ്പാക്കുളത്തിലേക്ക് 78 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഈ ഇടമലയാർ കനാലിൽ നിന്നും വീണ്ടും ഒരു പ്രൊജക്റ്റ് നമ്മുടെ പ്രിയാനഗറിൻ്റെ തീരത്ത് പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള, അവിടെ കുളത്തിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പൂർത്തീകരിക്കാനായിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ അത് പ്രൊജക്റ്റ് പൂർത്തീകരിക്കും. അതിനും ഒരു ഏകദേശം 98 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ്. പിന്നെ അവിടെ എല്ലാ റോഡുകളും, പുതിയൊരു റോഡ് കനാലിനോട് ചേർന്ന് ഫ്രണ്ടിലായിട്ട് ഇടമലയാർ കനാലിനോട് ചേർന്ന് റോഡ് അങ്കമാലി മുനിസിപ്പാലിറ്റി ഓൺ ഫണ്ട് ഉപയോഗിച്ചിട്ട് 28 ലക്ഷം രൂപ മുടക്കി റോഡ് നിർമ്മിച്ചു. ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാരണം ആ വാർഡിൽ നടന്നിട്ടുണ്ട്. അങ്കമാലി മുനിസിപ്പാലിറ്റി തന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിയ ഒരു വാർഡാണ് 19ാം വാർഡ്. ആ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിലുള്ള ഒട്ടനവധി സാമൂഹിക പെൻഷനായാലും എല്ലാ കാര്യങ്ങളും നേടിക്കൊടുക്കുന്നതിന് അവിടുത്തെ കൗൺസിൽ മുൻകൈയിട്ട് എടുത്തിട്ടുണ്ട്. അതിന് പിന്താങ്ങം നമ്മളൊരു കൗൺസിലർ ജയിപ്പിച്ചിട്ടു അല്ല, അദ്ദേഹത്തെ ആ വനിതയായാലും പുരുഷനായാലും അവരുടെ പിന്നിൽ നിന്നും ഒരു പ്രസ്ഥാനം ഒറ്റക്കെട്ടായിട്ട് കൂടെ നിൽക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ഈ ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ എല്ലാ പിന്തുണയും, പ്രത്യേകിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായതിനു ശേഷം ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്നോടുകൂടി കോൺഗ്രസിൻ്റെ അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ ചുമതലക്കാരൻ, അങ്കമാലി UDFിൻ്റെ ചുമതലക്കാരൻ എന്ന രീതിയിൽ നമ്മൾ എൻ്റെ എല്ലാ പിന്തുണയും ഞങ്ങളുടെ കൗൺസിലർക്ക് കൂടി നൽകിയിട്ടുണ്ട്. ആ കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം അവിടുത്തെ ജനങ്ങൾക്ക് തൃപ്തികരമാണ് എന്നാണ് ഞങ്ങളുടെയൊക്കെ വിലയിരുത്തൽ. അതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയായി വന്നുകൊണ്ട് അവിടെ ഇനിയും വരാവുന്ന പ്രവർത്തനങ്ങൾ അവിടെ ഇനി നമുക്ക് പകൽ വീട് പോലെ ഒരു 60-70 വയസ്സായ ആളുകൾക്ക്, 75 വയസ്സായ ആളുകൾക്ക്, സീനിയർ സിറ്റിസണിന് നമുക്കൊരു ഉല്ലാസം പോലെ നിർത്താനുള്ള പകൽ വീട് പോലെയുള്ള ഒരു ക്രമീകരണം കൊണ്ടുവരണം. പിന്നെ കരിപ്പാക്കുളം ഒന്ന് നവീകരിക്കാനുണ്ട്. കരിപ്പാക്കുളത്തിൽ അങ്കമാലി MLA കൊണ്ടുവന്ന അങ്കമാലി പോലെ തന്നെയുള്ള ഒരു ജിമ്മ്, അങ്ങനെ മൾട്ടി ജിമ്മ് അടക്കം, ഓപ്പൺ ജിം അടക്കം, പിന്നെ ആളുകൾക്ക് നടപ്പാതടക്കമുള്ള പ്രൊജക്റ്റുകൾ കൊണ്ടുവരാനുള്ള ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഭാവിയിൽ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊജക്റ്റുകളാണ്. അങ്കമാലി മുനിസിപ്പാലിറ്റിനെ കുറിച്ച് ഒത്തിരി സംസാരിച്ചായിരുന്നു. നമുക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ നമ്മുടെ UDF തന്നെ ഒരു എക്സിസ്റ്റിംഗ് വാർഡാണ് 19ാം വാർഡ്. ഈ 19ാം വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ആൻഡ്രു മാവേലി ഉന്നമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ്രു മാവേലി മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയും കൂടിയും. അപ്പോൾ ഏറ്റവും, അതായത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞിരുന്നു, പ്രായമായ ആളുകൾക്ക് അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും സാധാരണക്കാർ, നമ്മൾ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ
മഹാത്മാഗാന്ധി പറഞ്ഞത് തന്നെ ഇന്ത്യയുടെ വളർച്ച അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇത് ഗ്രാമങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഏറ്റവും സാധാരണക്കാർക്ക് എന്താണ് ആൻറ്റു മാവേലിയുടെ ഒരു സ്വപ്നം? ഇപ്പോൾ ഈ ഇലക്ഷന് വേണ്ടി പറയാൻ പറ്റുന്ന, നൽകാൻ പറ്റുന്ന, സാധാരണക്കാർക്ക് പറയാൻ പറ്റുന്ന വാഗ്ദാനം എന്താണ്? സാധാരണക്കാർക്ക് പേഴ്സണലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഒട്ടനവധി ഉണ്ട്. അത് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞറിയിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല ഒരിക്കലും. നമ്മൾ അത് ഇതര ആളുകളെ ബന്ധപ്പെട്ട്, ക്ലബ്ബുകളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ സ്പോൺസർമാരെ കണ്ടെത്തി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ സർക്കാരിൽ നിന്നും കിട്ടുന്ന, നമുക്കറിയാം ഈ സാധാരണക്കാർ ഉന്നമനത്തിന് ഏറ്റവും ഏത് കാലഘട്ടത്തിലായാലും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം, UPA നമുക്കറിയാം കേന്ദ്ര സർക്കാർ കോൺഗ്രസ് നേതൃത്വം UPA ഭരിച്ച കാലഘട്ടത്തിലാണ് സാധാരണക്കാരെ ഉന്നമനത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അത് ഒട്ടനവധി ആളുകളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കിയ ഒരു പദ്ധതി തന്നെയാണ്. നിങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ പദ്ധതി ഒരു വർഷത്തിൽ 100 വേതനം കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരെ കുറിച്ച്, പാവപ്പെട്ടവനെ കുറിച്ച് ഒരു 320 രൂപ, ഇപ്പം 320 രൂപ ഏകദേശം ആയിട്ടുണ്ടെന്നു. 300 രൂപയോളം ഒരു ദിവസം കൂലി കിട്ടുക എന്ന് പറയുന്നത് ചെറുതല്ല. 100 ദിവസം വേതനം കിട്ടുമ്പോൾ തന്നെ സാധാരണക്കാരന് ഉന്നമതിയിലെത്താണ്. ഈ പണം റൊട്ടേറ്റ് ചെയ്യുക സാധാരണക്കാരിൽ എത്തിച്ചാൽ മാത്രമാണ് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പുള്ളൂ എന്ന് അന്നിരുന്ന പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, നമുക്കറിയാം, അദ്ദേഹത്തെ ദീർഘവീക്ഷണമാണ് ഇന്ന് ഈ ഇന്ത്യ രാജ്യത്ത് പട്ടിണിയിലെ തുടച്ചു നീക്കാനുള്ള യജ്ഞത്തിൻ്റെ ആദ്യ പ്രവർത്തനം തന്നെ അതാണ്. അപ്പോൾ അതുപോലെ തന്നെ പദ്ധതികൾ കൊണ്ടുവരാൻ, മുനിസിപ്പാലിറ്റി കൊണ്ടുവരുവാനും അത് പദ്ധതി വിജയിപ്പിക്കുവാനും കോൺഗ്രസ് നേതൃത്വം നടക്കുന്ന UDF ഭരണത്തിലെത്തിയാൽ നമ്മളതിന് മുൻകൈ എടുക്കും. പുതിയ പ്രൊജക്റ്റുകൾ, നമുക്കിപ്പോൾ പ്രൊജക്റ്റുകളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, പുതിയ പ്രൊജക്റ്റുകൾ കണ്ടെത്തും. ഏറ്റവും ഉന്നതി ഫസ്റ്റ് എല്ലാം നമ്മൾ ആദ്യം കൊടുക്കുന്നത് പാവപ്പെട്ടവനായിരിക്കുള്ളൂ. പാവപ്പെട്ടവൻ ഉന്നതി വന്നാൽ മാത്രമേ സമൂഹം നന്നാവുള്ളൂ. സമൂഹം നന്നായാൽ മാത്രമാണ് നമുക്ക് ഈ രാജ്യത്തിന് വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നും ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഈ രാജ്യത്തു നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും, പ്രത്യേകിച്ച് അങ്കമാലിയിൽ നിന്നും ഒട്ടനവധി യുവാക്കൾ വിദേശ രാജ്യങ്ങളിൽ പോയിരിക്കുക. അവരൊക്കെ തിരിച്ചെത്തിക്കാന്ന് മാത്രമല്ല, അവർ ഈ പുതിയ വരാൻ പോകുന്ന തലമുറയ്ക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഈ അങ്കമാലിയിലും ഈ കേരളത്തിലും ഉണ്ട് എന്ന് തോന്നലുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടത്താൻ നമ്മൾ പരിശ്രമിക്കും. അങ്കമാലി മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ 100% ടാക്സ് കളക്ട് ചെയ്യുകയും 100% പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു എന്നാണ് അങ്കമാലി മുനിസിപ്പാലിറ്റി അവകാശപ്പെടുന്നത്. ആൻറ്റു മാവേലി മുനിസിപ്പാലിറ്റിയായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. എന്താണ് ഇതിനെക്കുറിച്ച് ആൻറ്റു മാവേലിക്ക് പറയാനുള്ളത്? അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ ടാക്സിനെ പറ്റി സംബന്ധം പറയുകയാണെങ്കിൽ, അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ അതിർത്തി പ്രദേശത്ത് ഏറ്റവും വലിയ സ്ഥാപനമാണ് അങ്കമാലിയിലെ എയർപോർട്ട്. സത്യത്തിൽ സിയാൽ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അങ്കമാലി എയർപോർട്ട് എന്ന് തന്നെ പറയാം. നെടുമ്പാശ്ശേരിനേക്കാളും കൂടുതൽ ഏരിയ അങ്കമാലി മുനിസിപ്പാലിറ്റിയിലാണ്. ഇപ്പോൾ അന്താരാഷ്ട്രീയ വിമാനത്താവളത്തിൻ്റെ ഇന്റർനാഷണൽ ഇരിക്കുന്നത് അങ്കമാലി മുനിസിപ്പാലിറ്റി. നമ്മുടെ ലീഡറാണ് അതിന് വളരെ നേതൃത്വം കൊടുത്തത്. അത് ഒരു നേതാവിൻ്റെ ദീർഘവീക്ഷണം, അത് ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന കരുണാകരൻ്റെ ദീർഘവീക്ഷണമാണ് ഈ എയർപോർട്ട് അങ്കമാലിയിൽ വരാനും നെടുമ്പാശ്ശേരി എത്താനുള്ള കാരണം. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, മുനിസിപ്പാലിറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എയർപോർട്ടിൻ്റെ ടാക്സ് നമുക്ക് കാലാകാലങ്ങളായിട്ട് കിട്ടിയിരുന്നില്ല. അതൊരു നമുക്ക് കിട്ടേണ്ട, അതായത് പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തേണ്ട വിഹിതമാണ് അത്. ആ ടാക്സ് കിട്ടിയാൽ മാത്രം നമുക്ക് ഓൺ ഫണ്ട് ഉപയോഗിച്ച് മുനിസിപ്പാലിറ്റിയിലെ ആളുകൾക്ക് മെയിൻ്റനൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഫണ്ട് അനുവദിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ടാക്സ് കിട്ടുന്ന പൈസ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് റോഡുകളുടെ പണി, അതുപോലെ തന്നെ ആളുകൾക്ക് വേണ്ടിയിട്ട് അതിന് വീടുകൾ പുനർനിർമ്മാണം, അതുപോലെ തന്നെ വീട് നിർമ്മാണം, അതിനൊക്കെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ആ ഫണ്ട് കളക്ട് ചെയ്യുന്നത് ഇതുപോലെയുള്ള വലിയ സ്ഥാപനങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് സിയാൽ പോലത്തെ വലിയ സ്ഥാപനങ്ങൾ നമുക്ക് കാലങ്ങളായിട്ട് ടാക്സ് ഒന്നും കിട്ടുന്നില്ല. ആ ടാക്സ് അളന്ന് തിട്ടപ്പെടുത്തി കറക്റ്റായിട്ട് കൊണ്ടുവന്ന് അതൊരു ലാഭേച്ഛയില്ലാതെ, അതായത് ഇരുന്ന ഭരണാധികാരികൾ, ഇരുന്ന മുൻ ചെയർമാന്മാരുടെ ഇച്ഛാശക്തിയാണത്. ആ ഇച്ഛാശക്തി ചെറുതായിട്ടല്ല. നമ്മൾ നല്ല ചെയർമാന്മാർ റെജി മാത്യു ആയാലും മാത്യു തോമസ് ആയാലും ഷിയോ പോൾ ആയാലും ഇവരൊക്കെയും ഒരു ലാഭേച്ഛയില്ലാതെ നമുക്ക് അവർക്ക് വേണമെങ്കിലേക്ക് ഒന്ന് കണ്ണടച്ച് കളയാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ അതെല്ലാം വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ അവർക്കെതിരെ കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായി പോരാടിക്കൊണ്ട് മാത്രമാണ് സിയാലിൽ നിന്നും ടാക്സ് എടുക്കാൻ നമുക്ക് സാധിച്ചത്. അത് അങ്കമാലിയിലെ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഭീമമായ ഒരു എമൗണ്ട് മുനിസിപ്പാലിറ്റി വന്നു ചേരുമ്പോൾ ഇതെല്ലാം അങ്കമാലിയിലെ വികസനത്തിന് ഉപയോഗപ്പെടുത്താണ്. അതുപോലെ തന്നെ അങ്കമാലി മുനിസിപ്പാലിറ്റി എറണാകുളത്തെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ്. ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിൻ്റെ ഭാഗം തന്നെ പറയാൻ കാരണം, അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ
ഏറ്റവും കൂടുതൽ വാട്ടർ കണക്ഷൻ എടുക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. 10 ലക്ഷത്തി ചിലാൻ്റെ വാട്ടർ കണക്ഷൻ എടുക്കുന്നത്. അതുപോലെ കറണ്ട് ബില്ല്, ഇതൊക്കെ നമ്മൾ ഡിജിറ്റൽ മീറ്റർ സിസ്റ്റത്തിലേക്ക് മാറ്റി എല്ലാ പോസ്റ്റുകളിലും ലൈറ്റുകളും വന്നു. പണ്ട് സോഡിയം പേപ്പർ ലാമ്പൊക്കെ കത്തിക്കുന്ന സ്ഥലം, അപ്പോൾ 500 വാട്ട്സ് 600 വാട്ട്സിൻ്റെ 1000 വാട്ട്സിൻ്റെ ലൈറ്റുകൾ എത്തിയ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ LED ലൈറ്റിലേക്ക് യുഗത്തിലേക്ക് മാറിയപ്പോൾ എന്തുകൊണ്ട് കറണ്ട് കാശ് കുറഞ്ഞില്ല എന്നുള്ളത് ഒരു ഭരണാധികാരിയുടെ ദീർഘവീക്ഷണമുള്ളത്. ആ ഭരണാധികാരി അതിനുവേണ്ടി പ്രയത്നിക്കുകയും 10 ലക്ഷം നിന്നും 3 ലക്ഷം രൂപയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ഒരു മാസം നമുക്ക് 7 ലക്ഷം രൂപ മാറ്റി വയ്ക്കാൻ നമുക്കുണ്ടാവുന്നത് ഒരു കൊല്ലം 84 ലക്ഷം രൂപയാണ് ഇലക്ട്രിസിറ്റി മാത്രം ലാഭം കിട്ടിയത്. അപ്പോൾ ആ ഒരു ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി കോൺഗ്രസിൻ്റെ വന്നുകൊണ്ടും മാത്രമാണ് നമുക്ക് 84 ലക്ഷം രൂപ കറണ്ട് ബില്ലിൽ മാത്രം കിട്ടിയത്. അപ്പം അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ്, മറ്റേ വാട്ടർ അതോറിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് ഭീമമായ എമൗണ്ട് 7 ലക്ഷം രൂപയ്ക്ക് അടച്ചിട്ടുണ്ടെന്ന് മാസം അടച്ചിട്ടുണ്ടെന്താ. നമ്മൾ പൊതു ടാപ്പുകൾ ഉപയോഗിക്കുന്നത് സാധാരണക്കാർ ആരുമില്ല. ഇപ്പം പൊതു ടാപ്പുകൾക്ക് ആർക്കും വേണ്ട. അത് സാധാരണ ചെടി നനയ്ക്കാനും മറ്റുള്ള ആവശ്യം തുറന്ന് പൊട്ടിപ്പോകും. ഇങ്ങനെ ഓരോ പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് ഈ ടാപ്പുകൾ വെറുതെ ശൂന്യമായിട്ട് കിടക്കുക. അതിന് വരെ നമ്മൾ മാസം മാസം കാശെടുത്തിട്ടുണ്ടാകും. ഇതിനെ നമ്മൾ എല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും പൈപ്പ് കണക്ഷൻ, മുനിസിപ്പാലിറ്റി എല്ലാവർക്കും പൈപ്പ് കണക്ഷൻ വേണ്ടവർക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് പൈപ്പ് കണക്ഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ആ പൊതു ടാപ്പുകൾ നിർവീര്യമാക്കിക്കൊണ്ട് നമ്മൾ അതിൽ നിന്നും മാസം തോറും 4.25 ലക്ഷം 5 ലക്ഷം അടുത്തോളം നമ്മൾ സേവ് ചെയ്യാൻ സാധിച്ചു. അത് വലിയൊരു പ്രൊജക്റ്റ് കൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന മാതിരി തന്നെ അതിനേക്കാൾ ലാഭമാണ്. ഒരു രൂപ മുടക്കാതെ ലാഭം കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതൊരു ഭരണാധികാരികളുടെ ദീർഘവീക്ഷണം തന്നെയാണ്. അതിന് മുൻകൈയെടുത്ത ചെയർമാൻമാർക്ക് പ്രത്യേകം കോൺഗ്രസ് പാർട്ടിയുടെ അഭിനന്ദനങ്ങൾ നേരാണ് ഈ അവസരത്തിൽ. ഇപ്പോൾ നമ്മുടെ വാർഡിനേക്കാൾ ഉപരി അങ്കമാലി മാറി മാറി വരുന്ന UDF LDF ഭരണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കാറ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം UDF ആണ് ഭരിച്ചത്. ഈ തുടർ ഭരണത്തിലേക്ക് വേണ്ടി, അതായത് അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും അല്ലെങ്കിൽ എല്ലാ വാർഡിനെയും കുറിച്ചും അന്വേഷണം പറയാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എല്ലാ വാർഡിനെയും കോർത്തിണക്കിക്കൊണ്ട് എല്ലാ ജനങ്ങളോടും അല്ലെങ്കിൽ എല്ലാ വോട്ടർമാരോടും എന്താണ് ആൻഡ്രൂ പറയാനുള്ളത്? അങ്കമാലി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി എന്ന രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ കോൺഗ്രസ് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ മുഹൂർത്തമാണ് 5 വർഷം കോൺഗ്രസ് ഇവിടെ ഭരണം പൂർത്തീകരിച്ച്, അതായത് IS സർട്ടിഫിക്കറ്റ് അടക്കം കേരളത്തിൽ തന്നെ 6ാം സ്ഥാനമുള്ള ഒരു മുനിസിപ്പാലിറ്റിയായി നേടാൻ സാധിച്ചു. അതന്നെ വലിയൊരു കാര്യം തന്നെ. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ചെറിയ കാര്യം. ഈ നേടാൻ സാധിക്കൂ എന്ന് പറഞ്ഞാൽ 6ാം നീക്ക, അതായത് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് കോൺഗ്രസ് എന്ന് ഭരിക്കുന്ന തദ്ദേശഭരണ സ്ഥാപനത്തിന് 6ാം സ്ഥാനം നേടാൻ സാധിച്ചെങ്കിൽ ഈ ഭരണ മികവ് എന്തായിരിക്കും എന്നുള്ളത് ജനങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പ്രതിപക്ഷ നമ്മുടെ കേരളം, അതായത് LDF ഭരിക്കുന്ന കേരളം, അങ്കമാലി UDF ഭരിക്കുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നസന്ധികളാണ് ആൻഡ്രൂ വിവരിച്ചത്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് 2026 നമ്മളൊരു നിയമസഭ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പ്. ഇതിന് എല്ലാവരും വളരെ ആകാംക്ഷയോടെയും വളരെ പ്രതീക്ഷയോടും കൂടിയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഈ കേരള സർക്കാരിൻ്റെ ഭരണത്തിന് എതിരായിട്ടുള്ളതോ അല്ലെങ്കിൽ അതുമായിട്ട് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആൻഡ്രൂ? സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് നമ്മൾക്ക് ഇപ്പോൾ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യകതയില്ല. ഭക്തരെ വരെ കക്കുന്ന ഒരു ഭരണാധിപർ ഇരിക്കുന്ന ഒരു കാലഘട്ടം. ഭക്തനെ ഒരു ചൂഷണം ചെയ്തു. കാരണം ആ ശബരിമല പോലത്തെ ഉള്ള ഇത്രയും, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന, അതായത് അത്രമാത്രം ഭക്തജനങ്ങൾ ഒഴുകുന്ന ഒരു ശബരിമലയെ അവർ കട്ടുമുടിച്ചു. അത് തന്നെ ഈ ജനങ്ങൾ ഈ പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി ഓർത്തിരിക്കുകയാണ്. അവർക്കൊരു അവസരം അവർ ആലോചിച്ചിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ നിൽക്കണം നമ്മളിപ്പോൾ. അപ്പോൾ പിണറായി സർക്കാരിനെ എങ്കിലും താഴെ ഇറക്കണം. അതിനൊരു സെമി ഫൈനലാണ് നമ്മൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകൾ. അതിന് അങ്കമാലി മുനിസിപ്പാലിറ്റി സജ്ജമാണ്. അങ്കമാലി മുനിസിപ്പാലിറ്റി കോൺഗ്രസ് സജ്ജമാണ്. UDF ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ്. ഞാൻ എൻ്റെ പറയാൻ 31 സ്ഥാനാർത്ഥിമാർ ഇപ്പോൾ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ 31 സ്ഥാനാർത്ഥിമാരും എവിടെ നിങ്ങളും പരിശോധിച്ചാൽ സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിന് അപ്പുറം അവരെ മേന്മ വെറുതെ ഒരു സ്ഥാനാർത്ഥിയിലാക്കി വിട്ടുന്നില്ല. ഏത് വാർഡ് എടുത്താലും, 1ാം വാർഡ് എടുത്താലും, 2ാം വാർഡ് എടുത്താലും, 3ാം വാർഡ് എടുത്താലും, അങ്ങനെ 3ാം വാർഡൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിൽ നിന്നും ഒട്ടും അകന്നുന്ന ഒരു വാർഡാണ്. പക്ഷേ എവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി നിങ്ങളുടെ മികവ് നിങ്ങൾ ആ സ്ഥാനാർത്ഥിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും.
മികവ്, അവരുടെ പ്രവർത്തന ശൈലിയും അവരുടെ കഴിയുന്ന ഓരോ വാക്കുകളും കാര്യങ്ങളും കണ്ടാൽ തന്നെ ഞാൻ തന്നെ പലപ്പോഴും അതിശയിച്ചു പോയിട്ടുണ്ട്. അത്ര നല്ല സ്ഥാനാർത്ഥിമാരെയാണ് നമ്മൾ ഈ കോൺഗ്രസ് ഈ പ്രാവശ്യം 30, അതായത് കോൺഗ്രസ് ഈ പ്രാവശ്യം മത്സരിക്കുന്ന 30 കൈപ്പത്തി ചിഹ്നത്തിലാണ്. ഒരു കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗത്തിൻ്റെ ആളും ഓപ്ഷൻ ചെയ്ത് പറയും. ഞങ്ങളിവിടെ കോൺഗ്രസ് ഇവിടെ ഞങ്ങളെ ചോദിക്കുന്നത് CPM മത്സരിക്കുന്നത് എങ്ങനെയാണ്? അവരെന്തുകൊണ്ട് ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല? അങ്കമാലി പോലത്തെ AP കുര്യൻ അടക്കം ഇവിടെ പ്രദാനം ചെയ്ത MLAയും സ്പീക്കറുമായ അങ്കമാലിയിൽ എന്തുകൊണ്ട് CPMൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല പല സ്ഥലങ്ങളിലും? അങ്കമാലി നിങ്ങൾ ചോദിക്കേണ്ട കാര്യം, അങ്കമാലിയിൽ എന്തുകൊണ്ട് CPM ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല? കോൺഗ്രസ് മത്സരിക്കുന്നതെല്ലാം കൈപ്പത്തി ചിഹ്നത്തിലാണ്. അവരെന്തുകൊണ്ട് ഓട്ടോറിക്ഷേനെയും കൊടേനെയും സൈക്കിളിനെയൊക്കെ അന്വേഷിച്ചു പോകണം? അപ്പോൾ അത്രമാത്രം ജനങ്ങളിൽ നിന്ന് അകന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. അത്രമാത്രം അകന്നതുകൊണ്ടല്ലേ ചിഹ്നം ഒഴിവാക്കി അവർ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. നമ്മൾ ഇവിടെ കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ്, ജനങ്ങളോടൊപ്പം തന്നെയായിരിക്കും. അത് മാറ്റില്ല. ഈ 5 വർഷക്കാലത്തെ പ്രവർത്തനം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു സമരം പോലും വിജയിപ്പിക്കാനായിട്ട് CPM സാധിച്ചിട്ടില്ല. ഇടതുപക്ഷ സംഘടനകൾ സാധിച്ചിട്ടില്ല, LDF സാധിച്ചിട്ടില്ല. മുനിസിപ്പാലിറ്റിക്കെതിരെ എല്ലാ സമരങ്ങൾക്കും അവർ സമരങ്ങൾ നടത്തിയാലും 1 ദിവസത്തേക്കുള്ള അവർക്ക് ആയുസുണ്ടായിട്ടില്ല, മുന്നോട്ടുകൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. കാരണം അത്രമാത്രം പഴുതടച്ചുള്ള ഭരണമായിരുന്നു നമ്മുടേത്. ഒരു കറപ്ഷൻ ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്, ജനങ്ങൾക്ക് എത്തിയിട്ടുണ്ടത്. ഇപ്പോൾ രാഷ്ട്രീയപരമായി ഇത്രയും വളരെയധികം സുദീർഘമായി അല്ലെങ്കിൽ നല്ല രീതിയിൽ ആൻഡ്രു സാർ സംസാരിച്ചു. ഇനിയും ആൻഡ്രു ചേട്ടൻ്റെ ഫാമിലിനെ കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് വൈഫ് PhD-കാരിയാണ്. ആള് സർക്കാർ നേഴ്സാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അമ്മയുണ്ട്. അമ്മ വീട്ടിൽ കാര്യമൊക്കെ നോക്കി ജീവിക്കുന്നു. ചേട്ടൻ്റെ വൈഫ്, മക്കൾ അവരുണ്ട്. പിന്നെ കുട്ടികൾ എനിക്ക് 2 പെൺമക്കളാണ്. ഒരാൾ 6ാം ക്ലാസ്സിൽ, ഒരാൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒത്തിരി രാഷ്ട്രീയ തിരക്കിനിടയിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിലും അങ്കമാലി മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ട ശ്രീ ആൻഡ്രു മാവേലി ഇന്ന് നമ്മോടൊപ്പം എത്തിയതിനും വളരെയധികം ഞങ്ങളോട് സംസാരിച്ചതിനും ആൻഡ്രു മാവേലിക്കും UDFൻ്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും BMC ഗ്ലോബൽ ലൈവ് കൊച്ചിയുടെ വിജയാശംസകൾ. താങ്ക് യു. BMC ന്യൂസ് ചാനലിലേക്ക് വരാനും നിങ്ങളോട് സംസാരിക്കാനും അവസരം തന്ന മാർട്ടിനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ 19ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എനിക്ക് നൽകണമെന്നും വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്നും, അതോടൊപ്പം തന്നെ അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെയും ഞാൻ പ്രദാനം ചെയ്യുന്ന അങ്കമാലി ബ്ലോക്കിലെയും എല്ലാ UDF സ്ഥാനാർത്ഥിമാരെയും വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.